വാട്സ്ആപ്പ് ഗൈസ്, വീണ്ടും അതിമനോഹരമായ ഗൈസ് പുതിയൊരു വീഡിയോയിൽ ഗൈസ് നിങ്ങൾക്ക് ഗൈസ് സുസ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഗൈസ് നമ്മൾ വീഡിയോ തുടങ്ങുമ്പോഴേക്കും കഴിഞ്ഞ കുറേ വീഡിയോയിൽ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യം അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഗൈസ്, ഡ്രിങ്ക് ഇനഫ് വാട്ടർ. ഓക്കെ, നിങ്ങൾ വെള്ളം കുടിക്കുക, എന്താ പറയുക, ഹൈഡ്രേറ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചൂടാണ്, സീൻ കോൺട്രയാണ്. അപ്പോൾ സീൻ കോൺട്ര എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സീൻ കോൺട്ര നമുക്ക് എന്താ സംസാരിച്ച് തുടങ്ങാം. ഗൈസ്, ഞാൻ ഇന്നത് പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഐക്കോണിക് ആയിട്ടുള്ള ഫോറിൻ ലാംഗ്വേജസ്, അതായത് ഫോറിൻ സോങ്സ്, അതായത് വേറെ ഒന്നുമല്ല, അമേരിക്കനുണ്ട്, ബ്രിട്ടീഷുണ്ട്, അതുപോലെ തന്നെ പല വിവിധ എന്താ പറയുക രാജ്യത്തിലുള്ള സോങ്സ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് എന്താ പറയുക കടല് എന്താ പറയുക കയറി വന്ന് നമ്മുടെ കേരളത്തിൽ ഹിറ്റടിച്ച സോങ്സിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും 90s, 80s, 2000, അതുപോലെ തന്നെ 2010 ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഹിറ്റടിച്ച സോങ്സിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇതിൽ പലതരത്തിലുള്ള എന്താ പറയുക സ്റ്റൈല് പാട്ടുകളുണ്ട്. കാസറ്റ് വഴി ഹിറ്റായതുണ്ട്, റേഡിയോ വഴി ഹിറ്റായതുണ്ട്, പല TV ചാനലും ബ്ലൂടൂത്ത് അങ്ങനെ സോഷ്യൽ മീഡിയ തുടക്കത്തിൽ എന്താ പറയുക പല ഹിറ്റായിട്ടുണ്ട്. അങ്ങനെ ഒരു കിടിലം ഇമോഷണൽ വൈബ് എന്താ പറയുക കിടിലോട്ട് എന്താ പറയുക നമുക്ക് പറയാനായിട്ട് ഒത്തിരി സോങ്സ് ഉണ്ടായതാണ്. ഞാൻ ഇതിലൊരു 11 ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ റാങ്ക് കറക്റ്റ് കൊടുത്തിട്ടില്ല, പക്ഷേ റാങ്ക് 1 ഞാൻ എന്താ പറയുക അർഹതപ്പെട്ട ഒരാൾക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരുമായിട്ട് എന്താ പറയുക നിങ്ങളെല്ലാവരും അത് അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി ഒന്നും എന്താ പറയുക കറക്റ്റ് റാങ്ക് അല്ല, ഓർഡർ അല്ല. പക്ഷേ എന്തായിരുന്നാലും നമുക്ക് എന്താ പറയുക ഇന്നത്തെ ലിസ്റ്റ് പറഞ്ഞ് തുടങ്ങാം. എന്താ പറയുക സമയം കാണാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. നമ്പർ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 സ്ഥാനം ഞാൻ കൊടുത്തിട്ടുള്ളത് ലിങ്കിൻ പാർക്കിൻ്റെ ഇൻ ദി എൻഡ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഐക്കോണിക് എന്ന് പറയുന്ന റോക്ക് സോങ് ആണ്. എല്ലാ യൂത്തിനെയും പിടിച്ച് കളക്കിയ ഒരു സോങ് ആണ് നമ്മുടെ ലിങ്കിൻ പാർക്കിൻ്റെ. ഇത് ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ബാൻഡും അതുപോലെ തന്നെ ടീനേജ് കൾച്ചറിൽ കേരളത്തിന് ഒരുപാട് ഇൻഫ്ലുവൻസ് വരുത്തിയിട്ടുള്ളതാണ് ലിങ്കിൻ പാർക്ക്. അപ്പം ഞാൻ ഇതിൽ കേരളത്തിലെ ഏറ്റവും കടലിൽ കയറി വന്ന ഒരു അമേരിക്കൻ അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഫോറിൻ പാട്ടെന്ന നിലയിൽ ലിങ്കിൻ പാർക്കാണ് ഞാൻ അവിടെ 11ാം സ്ഥാനം കൊടുത്തിട്ടുള്ളത്. 10ാം സ്ഥാനത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയ കേരളത്തിനെ തന്നെ കുലുക്കി എന്താ പറയുക മറച്ചു വെച്ച ഒരു പാട്ടിനെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഗാങ്നം സ്റ്റൈല്, സൈഡ് ഗാങ്നം സ്റ്റൈലാണ്. യൂട്യൂബ് ഒരു വേൾഡിൽ തന്നെ എന്താ പറയുക ആദ്യമായിട്ട് എന്താ പറയുക 1 ഹിറ്റ് അടിച്ചൊരു സാധനമാണ്. കേരളത്തിലുള്ള ഡാൻസും മീം കൾച്ചറിലും എല്ലാത്തിനും എന്താ പറയുക 1 ഹിറ്റും ആയിരുന്നത്. പ്രത്യേകിച്ച് സ്കൂൾ പരിപാടിക്കും കോളേജ് പരിപാടിക്കും എല്ലാം എന്താ പറയുക ഇതിൻ്റെ ഡാൻസ് ടോപ്പ് തന്നെ. അത് എന്തിനു വേണ്ടി നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഇതിൻ്റെ ഡാൻസ് വരെ കളിച്ചിട്ടുണ്ട്. അത്രയും എന്താ പറയുക ഐക്കോണിക് ഇമോഷണൽ ടച്ചുള്ള ഒരു സോങ്ങാണ് നമ്മുടെ ഗാങ്നം സ്റ്റൈല്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് എനിക്ക് പറയാനുള്ളത് ബേബിയാണ്. ജസ്റ്റിൻ ബീബറിൻ്റെ ബേബിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റിൻ ബീബർ ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് എറ ഉണ്ടല്ലോ, അതിൽ പൊട്ടിത്തെറിച്ച് വന്നൊരു പാട്ടാണ് ജസ്റ്റിൻ ബീബർ. എല്ലാവരും എന്താ പറയും നമ്മുടെ ബേബിയെ കുറിച്ച് ഭയങ്കര പൊക്കി പിടിച്ച്, പ്രത്യേകിച്ച് ജസ്റ്റിൻ ബീബറെ നമ്മൾ എന്താ പറയുക തലപ്പോത്ത് പൊക്കി പിടിച്ച ഒരു ടൈം ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ജസ്റ്റിൻ ബീബറിലെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പ്ലോർഡ് ആയിട്ട് വന്നിട്ടുള്ള ഞാൻ പറഞ്ഞില്ല ഗാങ് സ്റ്റൈൽ നമ്മുടെ യൂട്യൂബിൽ ആ ഡാൻസ് സെറ്റപ്പിലാണ് കേരളത്തിന് പൊട്ടിത്തെറിച്ചത്. ഇത് യൂട്യൂബ് നമ്മുടെ ഈ ജസ്റ്റിൻ ബീബറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് കഫേയിൽ ജസ്റ്റിൻ ബീബറിൻ്റെ ബേബി എന്നുള്ള സാധനം, ജസ്റ്റിൻ ബീബറിൻ്റെ ബേബിയുടെ ആ പാട്ട് കേൾക്കാൻ വേണ്ടി പ്രത്യേകിച്ച് എന്താ പറയുക ഇന്റർനെറ്റ് കഫേയിൽ പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ പിള്ളേരുടെ നിന്നും സ്കൂൾ ക്രൈസ് എന്ന് പറയും ജസ്റ്റിൻ ബീബറിൻ്റെ പാട്ട് ഭയങ്കര ക്രൈസ് ആയിരുന്നു. അപ്പോൾ 9ാം സ്ഥാനം എന്ന് പറയും കടൽ കടന്ന് വന്ന മാത്തുക്കുട്ടിയെ പോലെ ജസ്റ്റിൻ ബീബർ 9ാം സ്ഥാനം എന്ന് പറയും കേരളത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ 8ാം സ്ഥാനമാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. 8ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള ഐക്കോണിക് എവർഗ്രീൻ എന്ന് പറഞ്ഞാൽ ബോണി എമ്മിൻ്റെ റസ്പുട്ടിനാണ്. റസ്പുട്ടിൻ എന്ന് പറയുന്നത് ഗ്ലോബൽ ഹിറ്റ് ഡിസ്കോ എറ അല്ല എന്താ പറയുക ഗ്ലോബൽ ഹിറ്റ് സോങ് ആണ് നമ്മുടെ ബോണിയമ്മിൻ്റെ റാസ്പുട്ടിൻ. ബോണിയമ്മൊക്കെ ആ റാസ്പുട്ടിനൊക്കെ ഇപ്പോഴും എന്താ പറയുക ആ ഡാൻസൊക്കെ എന്ന് പറഞ്ഞാൽ തകർത്ത് കളിക്കുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. സ്കൂൾ ടൈമിലൊക്കെ പ്രത്യേകിച്ച് ഗൾഫിൽ ഞാൻ കേട്ടുണ്ട്. ഈ റസ്പുട്ടിൻ പാട്ടിറങ്ങി 80s ആ ടൈമിലാണല്ലോ. അപ്പോൾ ഈ ഗൾഫിൽ നിന്ന് കാസറ്റ് എന്താ പറയുക ഇവിടെ വന്നിട്ട് എന്താ പറയുക ഇവിടെ നിന്ന് ആൾക്കാർ കേൾക്കണമെന്ന് പറയാം. എനിക്ക് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് അത്രയ്ക്ക് എന്താ പറയുക നമ്മുടെ കേരളത്തിൽ ട്രെൻഡാക്കിയൊരു പാട്ടാണെന്ന് പറയാം ബോണി എം. നമുക്കിപ്പോൾ എന്താ പറയുക യൂട്യൂബ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇറങ്ങുന്ന ശേഷം ബോണി എമ്മിൻ്റെ റാസ്പുട്ടിൻ പല ടൈമിൽ പല കാലഘട്ടത്തിന് ആ പാട്ട് മാത്രം വെച്ചിട്ട് എന്താ പറയുക ട്രെൻഡായിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പേ തന്നെ കേരളത്തിൽ എന്താ പറയുക റാസ്പുട്ടിൻ എന്താ പറയുക ട്രെൻഡായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാസറ്റ് വഴി എന്താ പറയുക എല്ലാവരും ഒന്ന് ഒരുപാട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് വീട്ടിൽ ആൾക്കാർ എന്താ പറയുക ഇത് എന്താ പറയുക നമ്മുടെ റാസ്പുട്ടിൻ കേട്ട് എന്താ പറയുക തൃപ്തിയായിട്ടുള്ളവരാണ്. അപ്പോൾ 8ാം സ്ഥാനം റാസ്പുട്ടിൻ. അടുത്ത് കടൽ കടന്ന് വന്ന ഒരു പാട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു പാട്ടാണ്. മറ്റേ പാട്ടൊന്നുമല്ല, റിബല മക്കയുടെ പാട്ടാണ് ഞാൻ പറയാം. ഇതിൻ്റെ അകത്ത് ഞാൻ അടുത്ത് 7ാം സ്ഥാനത്ത് കൊടുക്കാതെ ഉദ്ദേശിക്കുന്ന ഒരു പാട്ട്. ഞാൻ ഇപ്പോഴും എനിക്ക് ഈ റിബല മക്കയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് എന്താ പറയാൻ എനിക്ക് നൊസ്റ്റാൾജിയുള്ളൊരു പാട്ടാണ്.
കേരളത്തിലെന്ന് പറഞ്ഞ ഒരു ഡാൻസ്, സ്കൂൾ ഡാൻസ് കൾച്ചറിൽ എന്താ പറയുക ഇങ്ങനെ ഇളക്കി മറിച്ചൊരു സാധനമാണ് റിബല മക്ക. എനിക്ക് പലരും എൻ്റെ അടുത്ത് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഈ റിബല മക്കയുടെ പാട്ട് എന്ന് പറയും പലരും പറഞ്ഞിട്ടുണ്ട്, എടാ കേട്ട് മടുത്തടയെന്നോ. ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെയും പാട്ട് റിബല മക്കയുടെ. പക്ഷേ എൻ്റെ കൂട്ടുകാരിടയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ നീ ഈ പാട്ട് ഇഷ്ടപ്പെടുമെന്ന്. അപ്പോൾ എന്താണ് അന്ന് എനിക്കൊരു ഡാൻസ് എന്താ പറയുക എൻ്റെ കൂട്ടുകാരി കാണിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ആ സെയിം ഡാൻസ് ഞാൻ എന്താ പറയുക ഇത് യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ കാണിച്ചിരുന്ന ഡാൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് 2-ലുള്ള ആ എന്താ പറയുക ഡാൻസിനെയാണ് അതിൻ്റെ കുറേ കോർഡിനേറ്റ് ചെയ്തുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതാണ് എന്താ പറയുക റിബല മക്കയുടെ അടുത്ത് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ വീണ്ടും ഡീപ്പായിട്ട് നോക്കി റിബല മക്ക ആരാണ് പാടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, പക്ഷെ അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അർജന്റീനയിലെ ഏതോ ഒരു DJ ചെയ്യുന്ന ഒരു ടീമാണ്, ഏതോ ഒരു ടീമാണ് ഇത് ഇറക്കിയത്. നിങ്ങൾ ആലോചിച്ചുകൊണ്ട് അർജന്റീനയിലുള്ള ഏതോ ഒരു DJ ചെയ്യുന്ന ഒരു ടീമാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. അത് അവിടെ നിന്ന് ഇങ്ങനെ കടന്ന് ഇവിടെ കേരളത്തിൽ ട്രെൻഡ് ആവണമെങ്കിൽ അതൊരു രക്ഷയല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അത് സമ്മതിച്ചേ പറ്റൂ. റിബല മക്ക ആരെന്ത് പറഞ്ഞാലും ശരി അതൊരു നൊസ്റ്റാൾജിക് സോങ് തന്നെയാണ് എന്താ പറയുക കേരളത്തിൻ്റെ മണ്ണിൽ. അപ്പോൾ റിബല മക്ക അടുത്ത ലിസ്റ്റ് കൊണ്ടുപോയിക്കാണ്. ആറാമത്തത് ഗോയിങ് ടു ബി നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഞാൻ ഇപ്പോൾ ഒരു ചിരി പഠിക്കും. വേറൊരു പാട്ടുമല്ല, വക്ക ഷക്കീറയുടെ വക്കയാണ്. നിങ്ങൾക്ക് 2010 FIFA വേൾഡ് കപ്പ് ടൈമിൽ എനിക്ക് തോന്നുന്നു ഫുട്ബോൾ ക്രൈസും മാസീവ് പോപ്പുലാരിറ്റി എന്ന് പറയും നമുക്ക് ഫുട്ബോൾ നമ്മുടെ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അത് ഉറപ്പാണ്. പക്ഷേ അതുപോലെ തന്നെ ഈ വക്ക എനിക്കിപ്പോഴും ഉണ്ട്. വക്ക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കിപ്പോഴും പറഞ്ഞാൽ എൻ്റെ അമ്മാമയാണെന്ന് തോന്നുന്നു. ഞാൻ കുഞ്ഞിലെ ഈ പാട്ട് എന്താ പറയുക TV-യിൽ ഇടുമ്പോഴേക്കും ഓഫ് ചെയ്ത് വയലാന്ന് എനിക്ക് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം വെച്ചാൽ ആ പാട്ട് അത്രയും ഹിറ്റായിരുന്നു, എല്ലാവരും കേട്ട് മടുത്തൊരു പാട്ടും കൂടെയാണ്. പക്ഷെ എന്നാൽ അതുപോലെ തന്നെയാണെന്ന് പറയുക വക്കയുടെ പോപ്പുലാരിറ്റി. അപ്പോൾ 6ാം സ്ഥാനം വക്ക കൊണ്ടുപോയിക്കാം. ഇനി ടോപ്പ് 5 എത്തിയിരിക്കുകയാണ് നമ്മൾ. 5ാമത്തെ പാട്ട് വേറൊന്നുമല്ല, നമ്മുടെ സെലിൻ ഡിയോൻ്റെ മൈ ഹാർട്ട് വിൽ ഗോ ഓൺ. എനിക്ക് തോന്നുന്നു ഇതിന് വക്കയൊക്കെ എല്ലാം വരുന്നതിന് മുമ്പ് ടൈറ്റാനിക് ഇവിടെ ഭയങ്കരമായിട്ട് ഹിറ്റ് അടിച്ചൊരു പാട്ടാണ്. അതുപോലെ തന്നെ അതിലെ ആ പാട്ടും ടൈറ്റാനിക്കിൻ്റെ പാട്ടും പലർക്കും ഇപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞ പാട്ടുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിക് ആണെങ്കിലും, പക്ഷേ ഈ മൈ ഹാർട്ട് വിൽ ഗോ ഓൺ ഒട്ടുമിക്ക ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുക ഇത് അറിയാവുന്ന പാട്ട്, ലെജൻഡറി പാട്ടാണ്. ഈ ഒരു ഇമോഷണൽ കണക്ട്, പ്രത്യേകിച്ച് TV-യിൽ ഈ പാട്ട് ഒരുപാട് പേര് കേട്ടിട്ടുള്ളവരാണ്. TV-യിൽ ഈ പാട്ട് വരുമ്പോഴത്തേക്കും അത് ചാനൽ മാറ്റാതെ ഒരുപാട് പേര് എന്താ പറയുക ഈ പാട്ടിന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റേഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറഞ്ഞോളൂ, ഈ മൈ ഹാർട്ട് വിൽ ഗോ ഓൺ അതൊരു ട്രെൻഡി സോങ് തന്നെയാണ് നമ്മുടെ കേരളത്തിന് മണ്ണിൽ. ഇന്ന് നമുക്ക് ടോപ്പ് 4 എന്നൊക്കെയാണ്. ടോപ്പ് 4-ൽ എനിക്ക് പറയാനുള്ളത് എയ്ക്കോണിൻ്റെ റൈറ്റ് നൗ നാനാന. അപ്പോൾ എയ്ക്കോണിൻ്റെ പാട്ട് റൈറ്റ് നൗ നാനാന മാത്രമല്ല, പല പാട്ടുകളും എന്താ പറയുക എയ്ക്കോണിൻ്റെ ഇവിടെ ഹിറ്റ് അടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല എയ്ക്കോൺ കേരളത്തിലും ഹിറ്റ് അടിക്കുകയാണ്, ഇന്ത്യയിലും ഹിറ്റ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഷാറുഖ് ഖാൻ്റെ പടത്തിൽ എയ്ക്കോണിനെ പാടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ രാവൺ പടത്തിലാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇവിടുത്തെ ഒരു ബ്ലൂടൂത്ത് ഷെയറിങ് മൊബൈൽ ഫോൺ കൾച്ചറിൽ എന്താ പറയുക റിംഗിൻ ടൂൺ പോലും നമ്മൾ എയ്ക്കോണിൻ്റെ റൈറ്റ് നാനോ എന്താ പറയുക നമ്മൾ ഇട്ടുകൊണ്ട് നടന്നതിൻ്റെ ഒരു കൾച്ചറിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. എയ്ക്കോൺ റൈറ്റ് നാനോ വൺ ഓഫ് ദ മാസീവ് ആണ്. അത് 4ാം സ്ഥാനം നാനാന കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 3ാം സ്ഥാനത്ത് വീണ്ടും എല്ലാവരുടെയും നൊസ്റ്റാൾജിക് ആയിട്ടൊരു പാട്ടാണ് ഷോ മീ ദ മീനിങ് ഓഫ് ബീയിങ് ലവ്ലി. ബാക്ക്സ്ട്രീറ്റ് ബോയ്സിൻ്റെയാണ്. ഞാൻ വീണ്ടും പറയണം, ബാക്ക്സ്ട്രീറ്റ് ബോയ്സിൻ്റെ പല സോങ്സ് ഇവിടെ ഹിറ്റായിട്ടുണ്ട്. പക്ഷേ ഷോ മീ ദ മീനിങ് തന്നെയാണ് ഇവിടുത്തെ കേരളത്തിലെ ഹ്യൂജ്, പ്രത്യേകിച്ച് റേഡിയോ സോങ്സിലും ലവ് സോങ് കൾച്ചറിലും ലവ് സോങ് കൾച്ചറിൽ റേഡിയോ സോങ്സിൽ TV കൾച്ചറിൽ എന്ന് പറയും ഷോ മീ ദ മീനിങ് വൺ ഹിറ്റാണ്. എല്ലാവർക്കും അറിയാം, ഒട്ടുമിക്ക പലർക്കും എന്താ പറയുക ഷോ മീ ദ മീനിങ് പാട്ടറിയാം. അപ്പോൾ അത്ര ഇമോഷണൽ എന്നൊരു ടച്ചാണ് നമ്മുടെ ബാക്ക്സ്ട്രീറ്റ് ബോയ്സിൻ്റെ ഈ ഷോ മീ ദ മീനിങ്ങിനുള്ളത്. അപ്പോൾ അതും ആ ലിസ്റ്റ് അവർ കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ടോപ്പ് 2 എത്തിയിരിക്കുകയാണ്. ടോപ്പ് 2-ൽ ഇനി 2ാം സ്ഥാനം 1ാം സ്ഥാനമുണ്ട്. അതിൽ 2ാം സ്ഥാനം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എവർഗ്രീൻ മൈക്കിൾ ജാക്സന്റെ പാട്ടാണ്. മൈക്കിൾ ജാക്സന്റെ ഒരു പാട്ടില്ലെങ്കിൽ എന്തോന്നാണ് അല്ലേ. മൈക്കിൾ ജാക്സന്റെ പല സോങ്സും ഹിറ്റാണ്. പക്ഷേ കേരളത്തിൻ്റെ മണ്ണിൽ എനിക്ക് തോന്നുന്നു മൈക്കിൾ ജാക്സന്റെ ഏറ്റവും വലിയ ഹിറ്റായ പാട്ടെന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് തന്നെയാണ്. ഡേഞ്ചറസിൻ്റെ മൈക്കിൾ ജാക്സന്റെ ഔ എന്ന കിടന്ന വിളിയും ആ ഒരു ഡാൻസും അതുകൊണ്ട് ഇങ്ങനെ ചരിഞ്ഞു വരുന്നത് എല്ലാം പറയും കേരളത്തിന് എല്ലാവർക്കും പറയാം ഐക്കോൺ തന്നെയാണ്. പിന്നെ MJ അറിയണം ഗ്ലോബൽ സ്റ്റാർഡോമാണ്. അതുപോലെ തന്നെ ഐക്കോണിക് ഡാൻസും നമ്മുടെ സ്കൂൾ കൾച്ചറിൽ തന്നെ മൈക്കിൾ ജാക്സന്റെ എന്തുമാത്രം ഡാൻസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. മൈക്കിൾ ജാക്സന്റെ ഡാൻസ് ഞാൻ പറഞ്ഞില്ല, മൈക്കിൾ ജാക്സൺ, പിന്നെ ഗണ്ണം സ്റ്റൈല്, അതുപോലെ തന്നെ ബേബി ഇട്ടുണ്ട്, റാസ്പുട്ടിൻ, അതുപോലെ തന്നെ വേറെ പാട്ടുണ്ട്, പിന്നെ വക്ക ഉണ്ടെന്ന്, പിന്നെ റിബല മക്ക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡാൻസ് കളിച്ചിട്ടൊക്കെ പാട്ടുകളാണ്. അതിലേറ്റവും പ്രധാനം ഓബ്വിയസ്ലി ഇറ്റ് മൈക്കിൾ ജാക്സൺ. കേരളത്തിൽ വേറൊരു കാര്യമുണ്ട്. കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളും കോളേജും മാത്രമല്ല മൈക്കിൾ ജാക്സന്റെ ഒരു ഡോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ഷോ, മിമിക്രി ഷോസ്,
പല ഡാൻസ് പ്രോഗ്രാംസ്, TV പ്രോഗ്രാംസ്, എല്ലാത്തിലും മൈക്കിൾ ജാക്സന്റെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് എത്രമാത്രം എന്താ പറയുക കോമഡി ഷോസ് ആയിക്കോട്ടെ, ഏത് പാട്ടാണ് മൈക്കിൾ ജാക്സന്റെ ഒരു പാട്ടെന്ന് പറയും അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത്രയും പോപ്പുലാരിറ്റി ആണെന്ന് പറയും മൈക്കിൾ ജാക്സന്റെ. നിങ്ങൾ നോക്കിയ പല TV പ്രോഗ്രാമും പലയിടത്ത് എടുത്ത് നോക്കിയാൽ മൈക്കിൾ ജാക്സന്റെ ഒരു പാട്ടെന്ന് പറയും പലരും എന്താ പറയുക അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കും. അത്രയും പോപ്പുലറാണ് മൈക്കിൾ ജാക്സൺ. അതുകൊണ്ടാണ് ഞാൻ 2ാം സ്ഥാനം ഇവിടെ മൈക്കിൾ ജാക്സൺ തന്നെ കൊടുത്തത്. അപ്പോൾ 2ാം സ്ഥാനം മൈക്കിൾ ജാക്സൺ എന്ന് കൊണ്ടുവരികയാണ്. ഡേഞ്ചറസ് പാട്ട് തന്നെയാണ്. ഇനി നമ്പർ 1 കേരളത്തിൽ കടൽ കടന്നു വന്ന, അതായത് ഒരു അമേരിക്കൻ ആൽബമായിട്ടോ കടൽ കടന്നു വന്ന ഏറ്റവും കേരളത്തിൻ്റെ നമ്പർ 1 പാട്ട് അത് മറ്റാരുമല്ല ബാർബി ഗേൾ. അമ്പമ്പാടി ഡിസ്കമ്പാടി പാടിയ അക്വ പാടിയ ബാർബി ഗേൾ. അക്വ എന്ന എന്താ പറയുക ആ ഒരു ഗ്യാങ് പാടിയ ബാർബി ഗേളിനെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഫേമസിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലിറിക്സും ആ ഒരു എല്ലാ സെറ്റപ്പും ഓവറോൾ സെറ്റപ്പും എന്ന് പറയും. കാസറ്റ് പഠിച്ചിട്ടുണ്ട്, സ്കൂൾ പ്രോഗ്രാം പഠിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഈ റേഡിയോസ് പഠിച്ചിട്ടുണ്ട്, ടിവിയിലുള്ള പ്രോഗ്രാംസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജ് ഷോ, നേരത്തെ മൈക്കിൾ ജാക്സൺ പറഞ്ഞ പോലെ സ്റ്റേജ് ഷോ, മിമിക്രി, അങ്ങനെ ഡാൻസ് പ്രോഗ്രാം എല്ലാത്തിലും കൂടെ ഓവറോൾ എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് കിങ്സ് എന്ന് പറയാൻ തന്നെ എന്താ പറയുക ബാർബി ഗേളും. തീർച്ചയായിട്ടും മൈക്കിൾ ജാക്സന്റെ ഡേഞ്ചറസും ബാർബി ഗേളും രണ്ടും ഒരേപോലെ ഐക്കോണാണ്. പക്ഷെ ഒരു മൈക്കിൾ ജാക്സൺ ഒരു 90% ആണെങ്കിൽ ബാർബി ഗേൾ ഒരു 91% നമ്മളാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം ശരിക്കും പറഞ്ഞത് രണ്ടും തമ്മിലുള്ളത്. എന്നുവെച്ചാൽ ബാർബി ഗേൾസ് ഇറ്റ്സ് എ മാസീവിൻ്റെ ഐക്കോണിക്. ഏത് ആൾക്കാരെന്ന് പറഞ്ഞാലും എന്താ പറയുക ബാർബി ഗേളുടെ പാട്ട് ചോദിച്ചാലും എല്ലാവർക്കും അറിയാം. അമ്പമ്പാടി ഡിസ്കമ്പാടി. ഓക്കെ, അത് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും നമ്പർ 1 സോങ്. ഞാൻ പറഞ്ഞില്ല ഈ നമ്പർ 1 എന്നൊരു പാട്ട് ഒട്ടുമിക്ക ആൾക്കാർ എന്നോട് എന്താ പറയുക അംഗീകരിക്കുന്നു തോന്നുന്നു. പക്ഷേ എന്തായിരുന്നാലും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്താ പറയുക മൈക്കിൾ ജാക്സന്റെ ഡേഞ്ചറസും ഉണ്ട്. എന്താ ഡേഞ്ചറസും തൊട്ടടുത്ത് ഒപ്പത്തിനൊപ്പം നിൽപ്പുണ്ട് എന്നാലും ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ബാർബി ഗേൾ നമ്പർ 1 സ്പോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പാട്ടുകളാണ് എന്താ പറയുക കേരളത്തിലെ തന്നെ നമ്പർ 1 എന്താ പറയുക ഐക്കോണിക് ആയിട്ടുള്ള ഫോറിൻ സോങ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പാട്ട് എന്തെങ്കിലും ആഡപ്പ് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അടുത്തൊരു വീഡിയോയിലേക്ക് ഞാൻ ഉറപ്പാണ് തന്നെ വീണ്ടും വന്നിരിക്കും. അപ്പോൾ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഗൈസ്. അടുത്തൊരു വീഡിയോയിലേക്ക് വരുമ്പോൾ ഗൈസ് ഏവർക്കും ഗൈസ് പീസ് ഔട്ട്.